മാജിക് മോർണിംഗ്. ബി മാജിക്കിന്റെ 2256 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദി സൈലന്റ് റൂംമേറ്റ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് റിട്ടയർഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മേരി മാം ആണ്. വെൽക്കം മാം. Thank you, ma'am. Good morning to everyone. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ സ്വദേശം എറണാകുളമാണ്. അതിനടുത്ത് ചോറ്റാനിക്കര അടുത്താണ് എൻ്റെ വീട്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് സാധിച്ചതിൽ സർവശക്തനോട് ആദ്യമേ നന്ദി പറയുന്നു. എന്നെ ഈ പ്ലാറ്റ്ഫോം ആദ്യമായി പരിചയപ്പെടുത്തിയത് ആരാരുമല്ല, ഓസിൻ സാറാണ്. അപ്പോൾ ഓസിൻ സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്പർ കൊടുത്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. യെസ് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് പറ്റി പിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഷൈനി മാം എന്നെ വിളിക്കുകയും ഒരു സെഷൻ എടുക്കുമോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഒരു ഡേറ്റ് ഞാൻ എടുക്കുകയും ചെയ്തത്. അപ്പം ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെയൊരു ഗ്രൂപ്പിലേക്ക് സെഷൻ എടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ. ഇതിന്റെ ഭാരവാഹികളോട് ഇതിന്റെ പിന്നിലുള്ള എല്ലാവരോടുള്ള നന്ദി, അഗൈതവുമായി നന്ദി ഈ സമയത്ത് ഞാൻ പറയുന്നു. ഇനി ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയ സർവേശ്വരനോടും മാതാപിതാ ഗുരുദൈവങ്ങള് എല്ലാവരുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ അവസരത്തിനായി ഒരുക്കിയ എല്ലാ പ്രപഞ്ചശക്തികളോടും ഒന്നുകൂടി അവരുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് ഇറങ്ങാം. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്ത്, ഞങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെയർ ഇരിക്കുന്നുണ്ട്, ഒരു ചെയർ. ആ ചെയറിൽ നമുക്ക് ഒരു വ്യക്തി, ഒരാളിരിക്കുന്നുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെയുള്ളതാണ്. ഇപ്പൊ വന്നതല്ല, വളരെ ചെറുതിലേ മുതൽ നമ്മുടെ കൂടെ വളർന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്ന്, പക്ഷെ ഒരിക്കലും നമ്മൾ അതിനൊരു പ്രതിഫലം നൽകുന്നില്ല. ഒരിക്കൽ പോലും ഒരു പ്രതിഫലം നൽകുന്നില്ല. അത് പല സമയത്തും നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കും, പലത് പറയും. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചീത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇതിലേക്ക് വരും. അപ്പൊ ആ അതിഥിക്ക് ഒരു രീതിയിലും നമുക്ക് പ്രതിഫലമില്ല. പ്രതിഫലം കൊടുക്കാതെ നമ്മുടെ കൂടെ തന്നെ വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ചെറുതിലേ മുതൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്ന ആ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അങ്ങനെ ഒരു ധാരണ? നമ്മുടെ മനസ്സ്. യെസ്. പിന്നെ ഓക്കെ, നമ്മുടെ മനസ്സുണ്ട്. നമ്മുടെ സോള്. യെസ്, സോള്. പിന്നെ അതെ, നമ്മുടെ മനസ്സ്, നമ്മുടെ സോള്, ഇതെല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ഒന്നാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ പറയും, ചിലപ്പോൾ നമുക്ക് ചീത്തത് പറയും. യു ക്യാൻ, ചില സമയത്ത് പറയും യു ക്യാൻ, ചില സമയത്ത് പറയും യു കോണ്ട്, ചില സമയത്ത് പറയും യു ഗോ എഹഡ്, ചില സമയത്ത് പറയും നിങ്ങൾക്ക് ഇതിന് സാധിക്കില്ല, നിങ്ങളിവിടെ നിർത്തിപ്പൊക്കോ എന്ന് പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. ആ നിർദ്ദേശങ്ങൾ നമ്മളെ ഒരു ഡിസിഷൻ എടുക്കാൻ ചിലപ്പം പോസിറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുമ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകും, ചില സമയത്ത് നമ്മൾ മാറിയിരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ ഏത് സമയം ഉണ്ടാകുന്ന അത് ചില സമയത്ത് നമ്മളെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ ചില സമയത്ത് നമ്മൾ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ആ ഒരു റൂംമേറ്റിനെ പറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നമുക്ക് നൽകുന്ന ആ ഒരു റൂംമേറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല,
നമ്മുടെ പോസിറ്റീവ് സ്ട്രെസ് ആണ്. അതിന് പോസിറ്റീവ് സ്ട്രെസ്സിന് എന്താ പറയുന്നതെന്ന് അറിയാലോ? യൂസ്ട്രെസ്. യൂസ്ട്രെസ് ആണ്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഏത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒന്നാണ്. ഇപ്പം ഈ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു, പല സമയങ്ങളിലും ഞാൻ ഓൺലൈൻ ഓഫ്ലൈൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുള്ളതാണ്. വെബിനാറുകളും മറ്റു ക്ലാസ്സുകളും ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഏത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പും എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ സ്ട്രെസ് വരും. ആ സ്ട്രെസ് വരുമ്പം ആ സ്ട്രെസ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂസ്ട്രെസ് നമ്മുടെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഈ സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രെസ് ഇല്ലെങ്കിൽ ഇപ്പൊ ചിലർ പറയും എനിക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ല, യാതൊരു സ്ട്രെസ്സും ഇല്ല, ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷേ എത്രയൊക്കെ നമ്മൾ പറയുകയാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ട്രെസ് ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളില് നമ്മൾ പറയില്ലേ ഒരു ആദി, അതുണ്ടാവും. ആ ആദി എന്ന് പറയുന്നത് അതൊരു സ്ട്രെസ്സാണ്. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. കാരണം 27 വർഷത്തെ സർവീസ് ഉണ്ട്. ആ സർവീസിനിടയ്ക്ക് 3 4 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ടെക്സ്റ്റ് മാറിയിട്ടുള്ളത്. പക്ഷെ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് തലേന്നെടുത്ത അല്ലെങ്കിൽ തലേ വർഷം എടുത്ത് പോർഷനായിരിക്കാം, നമ്മൾ പഠിച്ച പോർഷനായിരിക്കാം. പക്ഷെ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്ട്രെസ് നമുക്കുണ്ടാവും. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ആ പഠിച്ചതാണെങ്കിൽ കൂടി നമ്മുടെ ആ കുട്ടികളെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പുതിയതാണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡും വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് അനുസരിച്ച് അവർക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ പാകത്തിനനുസരിച്ച് നമുക്ക് നൽകണമെങ്കിൽ നമ്മളൊന്ന് പ്രിപ്പയർ ആവണം. അപ്പൊ ആ പ്രിപ്പയർ ആവാതെ നമ്മൾ പോയാൽ അത് സ്ട്രെസ്സാണ്, ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം ചില സമയത്ത് എനിക്ക് പറ്റാറുണ്ട്, ചിലപ്പോ അറിയാലോ എന്ന് ഓർത്ത് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഭയങ്കര എന്താ പറയണേ, ഒരു മറവി പോലെ എനിക്ക് തോന്നും. പെട്ടെന്ന് അത് എന്തോ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല. കണ്ടിന്യൂവേഷൻ കിട്ടാതെ വരുമ്പോഴാണ് പെട്ടെന്ന് അയ്യോ എന്ത് പറ്റി എന്ന്. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് കുട്ടികളോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും. അവര് ക്വസ്റ്റ്യൻ ചോദിച്ച് അവർ ആൻസർ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോഴേക്കും പെട്ടെന്ന്, കാരണം ആ ഒരു സമയത്ത് ആ ഒരു സ്ട്രെസ്, അയ്യോ ഞാനിവിടെ നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ആണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്, പക്ഷെ എനിക്ക് നോക്കാൻ പറ്റില്ല. ആ ഒരു സ്ട്രെസ് ഒരൊറ്റ മിനിറ്റ് നേരത്തെ സ്ട്രെസ് ആണ്. പക്ഷെ പെട്ടെന്ന് എന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് ആ ഒരൊറ്റ മിനിറ്റ് നേരത്തെ ആ ഒരു നോട്ടം കൊണ്ട് എനിക്ക് അത് അന്നത്തെ ഏത് ദിവസത്തെ ക്ലാസ്സിനേക്കാൾ നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് അത് നമ്മുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈ പലപ്പോഴും ഈ സ്ട്രെസ് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മറികടക്കാനുള്ള ഒരായുധമാണ്. ഒരിക്കലും നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഏതൊരു വ്യക്തിയെ നമ്മൾ നോക്കിയാലും നമുക്കറിയാൻ പറ്റും, അവരുടെ കംഫർട്ട് സോൺ അവർ ബ്രേക്ക് ചെയ്യോ അന്ന് മാത്രമേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പലപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആണ്, നന്നായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് കുറച്ച് ടാർഗറ്റ് ഒക്കെ എത്തിക്കാനുണ്ട്. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്നും സ്ട്രെസ്സാണ്, ടാർഗറ്റ് എത്തിയില്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രെസ്സായി. നമുക്ക് സ്ട്രെസ്സായി കഴിഞ്ഞപ്പോൾ കൃത്യമായി സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമായിട്ട് ഗ്രോത്ത് ഇല്ല, സ്ട്രെസ് എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. അപ്പൊ എന്ത് ചെയ്തു, അവര് ആ മേഖല വിട്ടിട്ട് അടുത്ത ഒരു മേഖലയിലേക്ക്, ബിസിനസ് താല്പര്യമുണ്ട്, അവർ ഫാമിലി ആയിട്ട് അങ്ങനെയാണ് ആ മേഖലയിലേക്ക്. അപ്പൊ ആ മേഖലയിലേക്ക് എത്തുന്നതോടുകൂടി അവരുടെ സ്ട്രെസ് മാറി. വളരെ അവരുടെ മൊത്തത്തില് പറയാണ് ഇത്രയും നാള് എന്ത് സ്ട്രെസ് ആയിരുന്നു എന്നറിയോ, പ്രത്യേകിച്ച് മാർച്ച് ആകുമ്പോഴേക്കും ടാർഗറ്റ് എത്തിയില്ല എന്നുള്ള ആ ഒരു ഇത്, മുകളിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന മാസം ശരിക്കും അവർ പറയാണ് ഞങ്ങൾ ജീവിക്കുകയല്ല, എന്നും സ്ട്രെസ്, എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോൾ സ്ട്രെസ്
എന്നുള്ളത്. പക്ഷെ ഇപ്പം ആ ബിസിനസ്സിലേക്ക് വന്നതോടുകൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും കൂടെ കൂടി അത് വളരെ എൻജോയ് ചെയ്തു പോകുന്ന. അപ്പൊ അത് അവരുടെ മൊത്തം ഫാമിലിയുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഗ്രോത്തിന് സഹായിക്കണം. നേരത്തെ ഉണ്ടായിരുന്ന നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സന്തോഷം. അവർ പറയണം മറ്റൊന്നും പുറത്തു പോകുകയോ അങ്ങനെ യാതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം പ്രത്യേകിച്ച് ജനുവരി വന്നു കഴിഞ്ഞാൽ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പൊ അങ്ങനെയല്ല. അവരുടേതായ ഇഷ്ടപ്പെട്ടതിനെ ഒരു ദിവസം മാറ്റിവെച്ച് അവർ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഫ്രീ ആണ്, മാറ്റി അവർ അവരുടെ മൊത്തത്തില് ഫാമിലി ലൈഫിൽ എല്ലാത്തിനും വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മോശമായിട്ട് കാണുന്നില്ല. ഈ സ്ട്രെസ് നമ്മളെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ ഗ്രോത്തിലേക്ക് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് കാണുന്ന ഒന്നാണ് ഈ സ്ട്രെസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വ്യക്തമായ ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട്, ആ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് നിർബന്ധമായും വേണ്ട ഒന്നാണ് സ്ട്രെസ്. ഇല്ലേ? ഇല്ലെങ്കിലോ? സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട സ്ട്രെസ് നിങ്ങളെ ഗോളിലേക്ക് നയിക്കുന്നു എന്നുള്ളത്? യെസ്. സ്ട്രെസ് നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സ്ട്രെസ് അത്യാവശ്യമാണ്. ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് ഞാൻ പറഞ്ഞില്ല 27 വർഷത്തെ സർവീസ് ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപെടുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപെട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വളരെ ആക്റ്റീവായിരുന്നു. ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ പിന്നെ കുറച്ച് നാള് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഗ്രാജുവലായിട്ട് പുറകോട്ട് പോയി. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒന്ന് യാത്ര കുറച്ച് ദൂരം ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് എത്താനായിട്ട്. പിന്നീടാണ് സ്കൂളിനടുത്തേക്ക് താമസം മാറിയത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഗ്രാജുവലായിട്ട് പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും മുമ്പോട്ട് എത്തിപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പൊ എനിക്ക് അങ്ങനെ അപ്പൊ ആദ്യമൊക്കെ നല്ല ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുൻപിൽ. പിന്നെ ഗ്രാജുവലായിട്ട് പഠനം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക ആ ഒരു രീതിയിലേക്ക് മാത്രമായി ചുരുങ്ങി. മറ്റു കാര്യങ്ങളിലൊന്നുമില്ല, കുട്ടികളെ പഠിപ്പിക്കുക. നേരത്തെ ആണ് യൂത്ത് ഫെസ്റ്റിവല്, അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്നെല്ലാം മാറി എന്നിലേക്ക്, അതായത് സ്കൂളിൽ പോവുക, കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ മാത്രമായിട്ട് ഒരു ചുരുങ്ങലാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു ചുരുങ്ങലിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്കതൊരു ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഗ്രാജുവലി ഞാൻ അതുമായിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തു ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. ആ രീതിയിലേക്ക് ഞാൻ പോകുന്ന ആ ഒരു സമയം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ NSSന്റെ എനിക്ക് ചാർജ് കിട്ടുന്നത്. NSSന്റെ ചാർജ് കിട്ടി കഴിഞ്ഞപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല. എന്റെ ആ സുഷുപ്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എല്ലാത്തിൽ നിന്നും മാറി നിന്ന് സ്വയം ഒതുങ്ങി നിൽക്കുന്ന ആ രീതി പറ്റില്ല. കാരണം പബ്ലിക്കുമായിട്ട് കോണ്ടാക്ട് വേണം, ഒരുപാട് കുട്ടികളുമായിട്ട്, നല്ല കുട്ടികളുടെ പേരൻസ്, ഇപ്പം മറ്റല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻസുമായിട്ടുള്ള ഇതല്ല, എല്ലാ സ്ട്രീമിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ എല്ലാ സ്ട്രീമിലുള്ള കുട്ടികളുമായിട്ട് നല്ല രീതിയിലുള്ള കോണ്ടാക്ട് വേണം. സ്കൂളിലെ PTA ആയിട്ട് വേണം, ഹെൽത്ത്, പോലീസ്, അതേപോലെ തന്നെ മറ്റ് ട്രെയിനേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ ഒരു പോസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഗ്രാജുവൽ ആയിട്ട് ഞാൻ ആദ്യം ഒരു വർഷം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ രണ്ടാമത്തെ വർഷം ആയപ്പോഴേക്കും എനിക്ക് ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റി. ആ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അത് മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും എനിക്ക് 3 വർഷമാണ് ഒരാൾക്ക് മിനിമം എടുക്കേണ്ട. ആ 3 വർഷം പ്രോഗ്രാം മൂന്നാമത്തെ വർഷം ആയപ്പോഴേക്കും നല്ല ശരിക്കും കുട്ടികളുമായിട്ടും അതുപോലെ തന്നെ പേരൻസ്, അങ്ങനെയുള്ള സറൗണ്ടിങ്സുമായിട്ടൊക്കെ എല്ലാം മിങ്കിൾ ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം വീട് വെക്കുക എന്നുള്ളതിലല്ല ഉപരി അതിനകത്തേക്ക് എത്തിയില്ലെങ്കിലും സമൂഹത്തിൽ തന്നെ ക്യാമ്പുകൾ നടത്താനും, അതേപോലെ തന്നെ
കുട്ടികൾ അവർക്ക് ചില പേരൻസ് ബുദ്ധിമുട്ടുള്ളവർക്ക് ജീവനോപാധി സംഘടിപ്പിച്ചു കൊടുക്കുന്നതിനും അങ്ങനെ നല്ല നല്ല ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ ആ ഒരു ഗോൾ, എന്റെ ആ കംഫർട്ട് സോണും അതേപോലെ തന്നെ സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് സാധിക്കില്ലായിരുന്നു. അപ്പൊ എനിക്കതിന് പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വർഷത്തെ ഒരു സ്ലീപ്പിംഗ് പീരീഡ് ഉണ്ടായിരുന്ന ആ ഒരു വർഷം ഗ്രാജുവലായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്റെ ആ ഗോളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശരിക്കും എന്തൂസിയാസ്റ്റിക് ആയിട്ട്, കോമ്പറ്റീറ്റീവ് ആയിട്ട്, ക്യൂരിയോസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചത് ഈ സ്ട്രെസ്സാണ്. കാരണം ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും കൃത്യമായിട്ട്, ആ പ്രോഗ്രാം എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് എങ്ങനെ അത് കുട്ടികളിലേക്ക് എത്തിച്ച് അവർക്കും കൂടെ ഇൻട്രസ്റ്റ് വേണം, ആ ഇൻട്രസ്റ്റോടുകൂടി എങ്ങനെ അവരിലേക്ക് എത്തിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോകാം. അത് കുറച്ച് സ്ട്രെസ് ഉള്ള കാര്യമാണ്. കാരണം 50 കുട്ടികളുണ്ട്, പ്രായം എന്ന് പറയുന്നത് ടീനേജേഴ്സ്, ഈ അഡോളസെൻസ് പീരീഡ് ആണ്. അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അവർ 50 പേരെ, ഒരു ഫസ്റ്റ് ഇയർ 50, സെക്കൻഡ് ഇയർ 50, അങ്ങനെ 100 പേരാണ്. ഇവരെ 100 പേരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അറിയാം, കുട്ടികൾ അഡോളസെൻസ് പീരീഡിലെ പ്രത്യേകത അറിയാം. എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അപ്പൊ അവരെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ് ഉള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും ഒരേപോലെയല്ല. ചിലര് നല്ല ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ചിലര് വീട്ടിൽ നിന്ന് പോലും സ്കൂളിലേക്ക് എത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഭാഗത്തിൽ ഓരോ ബുദ്ധിമുട്ടിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല സ്ട്രെസ്സാണ്. അപ്പൊ ആ സ്ട്രെസ് അത് നല്ല രീതിയിലായിട്ട് കഴിഞ്ഞപ്പം ആ ഒരു ഗോള് നല്ല ഒരു പ്രോഗ്രാം ഓഫീസറായിട്ട്, അവരുടെ ഒരു NSS ലീഡറായിട്ട് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതെപ്പോഴും നമ്മൾക്ക് ആ കുട്ടികളെ ഏത് സമയം മോട്ടിവേറ്റ് ചെയ്യണം. കാരണം ഒരാള് ഒന്ന് പുറകിലേക്ക് പോയി ആ കൂട്ടത്തിലെ കുറെ കുട്ടികൾ, അവർ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ ആ ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട്സ് അങ്ങനെ തന്നെ പോകും. അപ്പൊ അവരെയൊക്കെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിച്ച് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അവർക്കൊരു ഗോളിന്റെ ആവശ്യകത പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ലൊരു എഫേർട്ട് തന്നെയാണ്. അപ്പൊ ആ എഫേർട്ട് ഉണ്ടാകാൻ, അല്ലെങ്കിൽ ആ എഫേർട്ട് നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ സ്ട്രെസ്സാണ്. അപ്പൊ ഈ യൂസ്ട്രെസ് ഇതേപോലെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നു. അപ്പം ഏത് കാര്യത്തിലും നമുക്കൊരു മോട്ടിവേഷൻ വേണമെങ്കിൽ യൂസ്ട്രെസ് ഉണ്ടായാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സ്ട്രെസ് കയറി യൂസ്ട്രെസ് കയറി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടൻ തന്നെ യു ക്യാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ക്ലാസ് നേരത്തെ ചെറുതിലൊക്കെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നീട് അതെല്ലാം മാറ്റി എന്ന് പറഞ്ഞാൽ ചില കളിയാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കളിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രാജുവലായിട്ട് പുറകോട്ട് പോയതാണ്. എന്റെ ബ്രദറും അവരൊക്കെ നന്നായി ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ആ ഒരു സംഭവത്തോടുകൂടി ചെറിയൊരു സദസ്സിനെയാണ് ഞാൻ ഫേസ് ചെയ്തത്, പക്ഷെ എന്നെ കളിയാക്കിയതോടുകൂടി പിന്നെ ഞാൻ സ്റ്റേജിൽ കയറാതെയായി. ഭയങ്കര വിറയലായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറുന്നു, പല സമയത്തും ചെറിയ ചെറിയ രീതിയിൽ കയറിയെങ്കിലും എനിക്ക് ഭയങ്കര വിറയലായിരിക്കും. എന്ത് പറഞ്ഞാലും പിക്കല്, എന്താ പറയണ, നമുക്കറിയാലോ വായില് വെള്ളമില്ലാത്ത അവസ്ഥ, ഏത് സമയം ചുണ്ട് നനയ്ക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെയാണ്. അത് കുറച്ച് മാറിയത് ഞാൻ ഈ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു. അപ്പൊ ആ ലാസ്റ്റ് സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാമിന് ഞാൻ നന്ദി പറഞ്ഞ ഒരു ഫംഗ്ഷന് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ, ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവര് എന്നെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും നന്നായിട്ട് പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും വീണ്ടും ഞാൻ അധികം സ്റ്റേജിൽ അങ്ങനെ കയറാതെയായി ഒന്ന്. പിന്നീട് ഞാൻ ട്രെയിനിങ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഞാൻ ഈ രീതിയിലേക്ക്, അതായത് ടെൻഷനൊന്നുമില്ലാതെ നല്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പറഞ്ഞ് എന്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ അത് എന്നെ ആ ഒരു ഗോള്, എനിക്ക് ആ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരൊക്കെ എന്റെ ബ്രദേഴ്സ് ഒക്കെ അങ്ങനെ സ്റ്റേജിൽ കയറുന്ന പ്രസംഗിക്കുമ്പോൾ
എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ബ്രദർ ആണെങ്കിൽ ഒരാള് അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞ ഏതൊരു വിഷയം അപ്പൊ കൊടുത്താല് 5 മിനിറ്റ് കൊണ്ട് ആ വിഷയത്തെ പറ്റി പ്രസംഗിക്കാൻ കഴിവുള്ളതാണ്. അപ്പം ബ്രദറിന്റെ ഫ്രണ്ട്സ് പറയും വേറെ ആർക്കും പറ്റില്ല. പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും പറയും ഞങ്ങൾക്ക് ആർക്കും ആണെങ്കിലും പറ്റില്ല. പറഞ്ഞ ആ സമയത്ത് 5 മിനിറ്റ് മുമ്പ് വിഷയം കൊടുത്താൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക്. അപ്പൊ അത്രയ്ക്ക് ഉള്ള ഒരു കഴിവുള്ള ഒരു ബ്രദറാണ്. അപ്പൊ അതുകൊണ്ട് കാരണം ബൈബിളിലെ കാര്യങ്ങൾ അത്രയ്ക്ക് നന്നായി ആണെങ്കിൽ മാത്രമേ ആ സമയത്ത് ഒരു ഫംഗ്ഷന്റെ സമയത്ത് ആ ഒരു വിഷയത്തെ പറ്റി പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ കഴിവുണ്ട്. അപ്പൊ എനിക്കത് എന്റെ മനസ്സിൽ ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു. എനിക്കും അങ്ങനെ ഒന്ന് ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്, പബ്ലിക്കിന്റെ മുമ്പിൽ പേടി കൂടാതെ പ്രസന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഗോള് എനിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു. അതിന് വളരെയധികം സ്ട്രെസ് ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ദിവസത്തെ ഒരു SDP സംഘടിപ്പിച്ചു. ആ SDP അതിന് മുൻപിട്ട് നിന്ന് ഞാൻ തന്നെയാണ്. കാരണം മുമ്പിട്ട് നിന്ന് അതിന്റെ അവസാനം ഒരു താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞപ്പം ഓരോരുത്തരും നമുക്ക് ചെയ്ത ഉണ്ടായിരുന്ന ഓരോരുത്തരും, അതുപോലെ തന്നെ എന്റെ ഭാരവാഹികൾ, അതിന്റെ എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് നല്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട് പറഞ്ഞു വളരെ നന്നായിട്ട് പറഞ്ഞിട്ടോ, ഇതുവരെ പറഞ്ഞതുപോലെയല്ല, ഇതുപോലെ നന്നായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ ദിവസവും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഗോള് നമ്മുടെ മനസ്സിൽ കണ്ടു. ആ ഗോള് ആദ്യം സ്ട്രെസ് ഉണ്ടായിരുന്ന ആ സ്ട്രെസ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ടാണ് നമുക്ക് ആ രീതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ ആ സ്ട്രെസ്സിലൂടെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അത് അതുകൊണ്ട് തന്നെ യൂസ്ട്രസ് നമുക്ക് അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. പിന്നെ അടുത്താണ് ഈ യൂസ്ട്രസ് നമ്മളെ റെസിലിയൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് യൂസ്ട്രസ്. നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ് പലർക്കാണെങ്കിലും നമ്മൾ കാണാൻ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ് ഉള്ള ഒരു കാലഘട്ടമാണ്. ഈവൻ AI വരെ ഉണ്ട്. AI അത് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് നമ്മൾ പുറകിലേക്ക് നിന്നാല് നമ്മൾ ഒരിക്കലും മുമ്പോട്ട് എത്തില്ല. അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളൊന്നും എത്തുകയില്ല. നമ്മൾ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതല്ല ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കും, എനിക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, അത് പറയില്ല, പിന്തിരിപ്പൻ മനോഭാവം എന്ന് പറയുന്നത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുൻപോട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. അപ്പൊ നമ്മള് മനസ്സിൽ എപ്പോഴും 2 ആശയങ്ങളാണുള്ളത്. ഒന്ന് ഡിസ്ട്രെസ് ആയിരിക്കും, എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റൂല, യു കോട്ട്, നിനക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അടുത്തതിലേക്ക് വരുമ്പോൾ നിനക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പം ഏതൊരു അവസ്ഥ, ഇപ്പൊ സ്കൂൾ കുട്ടികളാണെങ്കിൽ നന്നായി പാടുന്ന കുട്ടികളുണ്ട്. നന്നായി പാടുന്ന കുട്ടികൾ അവരൊരിക്കലും ചിലപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പുറമേക്ക് വരില്ല. അപ്പൊ ഒരു പ്രാവശ്യമാണ് ഒരു NSS ക്യാമ്പിൽ ഒരു കുട്ടി ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ നമ്മൾ ക്ലാസ്സിലുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ആ കുട്ടി മുൻപോട്ട് സ്റ്റേജിലേക്ക്, പല അവസരങ്ങൾ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കാറുണ്ട് പാട്ട് പാടാനും എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ, ഒരിക്കൽ പോലും അത് മുമ്പോട്ട് വരാറില്ല. പക്ഷെ ഒരു NSS ക്യാമ്പിൽ ആ കുട്ടിയോട് എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറഞ്ഞപ്പം ആ കുട്ടി ചാടി എഴുന്നേറ്റ് വന്നിരുന്നു ഒരു മോണാക്ട് അവതരിപ്പിച്ചു. എന്ത് മനോഹരമായിട്ടായിരുന്നു എന്നറിയാം ആ സംഭവം. അപ്പൊ ആ ഒരു മോണാക്ട് ആ കുട്ടിയെ അതിനകത്തേക്ക് കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അറിയുന്ന ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടികളുമായി മറ്റുള്ളവരുമായിട്ട് ഒരു ബോണ്ടോ അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് നല്ലതായി പരിചയപ്പെട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ആ ഒരു സ്ട്രെസ് മാറി, അത് സ്ട്രെസ്സിലേക്ക് എത്തിയിട്ട് അത് ആ പ്രോഗ്രാം അപ്പൊ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്താണ് ഇൻസ്പെക്ഷന് അതിന്റെ മേലധികാരികൾ വരുന്നത്. അവര് ആ മോണാക്ട് കണ്ടിരുന്നിട്ട് ആ കുട്ടിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ചോദിക്കുകയാണ് ഇതുവരെ പ്രോഗ്രാമിന്, അപ്പൊ ആ കുട്ടി ഇല്ല, ഞാൻ അങ്ങനെ അവതരിപ്പിച്ചില്ല, ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്രയ്ക്ക് നന്നായിട്ട് ആ കുട്ടിയെ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട്, ആ കുട്ടിക്ക് അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞെങ്കിൽ അപ്പൊ അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ശരിയായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ കുട്ടി ഒരിക്കലും മുൻപോട്ട് വരില്ല.
ഭയങ്കര നല്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് സ്കൂളിൽ പബ്ലിക് പ്രോഗ്രാമിന് എല്ലാവരുടെ മുമ്പിൽ വെച്ചും ആ കുട്ടിയെ മോണാക്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് നല്ല എല്ലാ കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കൈയടിച്ച് നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇത്, നമ്മളെ മുൻപോട്ട് നയിക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നമ്മളെ മുൻപിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ അത് ഒരു മാറി നിന്നല്ല, എല്ലാവരുമായിട്ട് കൂടി നിന്ന്. കാരണം ഒറ്റയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എക്സാമിന്റെ സമയമാകുമ്പോൾ കുട്ടികൾ പലപ്പോഴും കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ട്. ഒറ്റയ്ക്ക് അവർക്ക് പഠിക്കുമ്പോൾ അയ്യോ എത്തിയില്ല എന്നുള്ളതിനാണ്. പക്ഷെ കമ്പൈൻ സ്റ്റഡിയുടെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടി നിന്ന് പഠിക്കുന്ന സമയത്ത്, ഒരുമിച്ചല്ല എല്ലാവരുമായിട്ട് കൂടി നിന്ന് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാനും കൂടുതൽ ഉന്നതിയിലേക്ക് എത്താനും ഇത് സാധിക്കും. ഇപ്പൊ എക്സാമിന്റെ സമയമാണെങ്കിലും ഒരു സ്ട്രെസ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. അപ്പൊ ഇത് എല്ലാവരെയും ഉയർച്ചയിലേക്കാണ് നയിക്കുന്നത്, ഒരിക്കലും താഴ്ചയിലേക്കല്ല. അപ്പോൾ നമുക്ക് എപ്പോഴായാലും വേണ്ട ഒന്നാണ് സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാതെ നമുക്കൊരു കാരണവശാലും ഉയർച്ച ഉണ്ടാവില്ല, നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല, നമുക്ക് റെസിലിയൻസ് ഉണ്ടാവില്ല. അപ്പം സ്ട്രെസ് അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. നമ്മൾ അതിന് നെഗറ്റീവായിട്ട് എടുത്താൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ബാക്കിലേക്ക് പോകും. അതേസമയം പോസിറ്റീവായിട്ട് എടുത്താൽ നമ്മൾ അത് മുമ്പോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, സ്ട്രെസ് നമ്മുടെ ഒരു ശത്രുവല്ല, അത് ഒരു ചലഞ്ചാണ്. അത് ഒരവസരമായി കണ്ട് നമ്മൾ അതിനെ നമ്മുടെ സൈലന്റ് പാർട്ട്ണറായിട്ട് എടുത്താൽ ഉറപ്പായിട്ടും അത് നമ്മളെ വളർച്ചയിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവട്ടെ. ആ സ്ട്രെസ് വീണ്ടും വീണ്ടും ഉയർന്ന ഉന്നതിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കൊരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോടൊക്കെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഫീഡ്ബാക്ക് സെഷനാണ്. ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ലൊരു സെക്ഷനായിരുന്നു. അത് നമ്മളെപ്പോഴും ഭയപ്പെടുന്നതാ, പലപ്പോഴും അത് പിന്നോട്ട് വലിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തിനിറങ്ങുമ്പോൾ അയ്യോ ശരിയാവില്ല. പക്ഷെ മാം പറഞ്ഞപ്പോൾ ശരിയാ, പോസിറ്റീവ് ആയിട്ട് എടുത്താൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹായ് മാം, നല്ലൊരു സെഷനായിരുന്നു. കാരണം ജീവിതത്തിൽ നമ്മൾ സ്ട്രെസ് ആണെന്നും പറഞ്ഞ് പുറകോട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. പക്ഷെ ഈ പോസിറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ യു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം വളരണം, നമുക്ക് എന്തെല്ലാം ഗോളുകളുണ്ട്, ഇവയൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ് മാം, വളരെ നല്ലൊരു ക്ലാസ്. സ്ട്രെസ്, നമ്മൾ പറയുന്ന പോലെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ സ്ട്രെസ് വരാതിരിക്കണം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷെ മാമിന്റെ ഈ വാക്കുകളിൽ നിന്ന് ശരിക്കും സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ വേറൊരു വ്യക്തി ഇല്ല എന്നുള്ള ആ ഒരു സമയം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്ന എന്തായാലും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ, അതായത് നമ്മൾ തീരുമാനിച്ച ആ ഒരു കാര്യം നടക്കാൻ അല്ലെങ്കിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സമയത്ത് വരുന്ന സ്ട്രെസ്, ആ ഒരു പോസിറ്റീവ്നെസ്, അത് ശരിക്കും ഒരു പോസിറ്റീവായിട്ട് തന്നെ ആ സ്ട്രെസ്സിനെ നമ്മൾ മാറ്റിയെടുക്കും. പറയുന്ന പോലെ നമുക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ. കാരണം നമുക്ക് അതായത് ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് ഉദ്ദേശിച്ച ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സമയത്ത് അത് നേടിയെടുത്തേ പറ്റൂ, വേറൊരു മാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ള ആ ഒരു തോന്നൽ വന്നാൽ എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ കാണും. ഓക്കെ, മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വളരെയധികം ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. നല്ലൊരു ക്ലാസ്, ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാമിന്റെ ക്ലാസ്. മാം വളരെ നന്നായിരുന്നു, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ സ്ട്രെസ് നമ്മളെ ശത്രുവല്ല,
നമുക്ക് വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതും, അതുപോലെ തന്നെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും നമ്മളെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണെന്നുള്ളതാണ് ഇന്ന് ഇതിൽ മനസ്സിലായത്. പക്ഷെ നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പം എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ കാര്യത്തിൽ മനസ്സിലായത്. വളരെ ശരിയാണ്. അതുപോലെ തന്നെ മാമിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളൊക്കെ ചേർത്ത് നല്ല എക്സാമ്പിളോട് കൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രസന്റേഷനും കൂടിയായിരുന്നു. അപ്പം സ്ട്രെസ് നമ്മളെ മറ്റുള്ള ഈ സർഫിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് പോലെ കാരണം നല്ലതാണെന്നൊക്കെ പറയുന്ന മാതിരി നമ്മള് പ്രവർത്തിക്കാനും നമ്മളെ ഉള്ളിലുള്ള ശരിയായ പൊട്ടൻസ് അത് പുറത്തേക്ക് എടുക്കാനും സഹായിക്കുന്ന ഉപകരിക്കുന്ന ഒരു സംഗതിയാണെന്ന് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശരിക്കും നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് തന്നത്. കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് പോസിറ്റീവായിട്ട് എടുത്ത് ജീവിതത്തിൽ മുന്നിലേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു മാം. അടുത്തതാരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഗുഡ് മോർണിംഗ് മാം. ഹലോ. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു സ്ട്രെസ്സിനെ കുറിച്ച്. ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സ്ട്രെസ്സിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. സ്ട്രെസ് നമ്മളുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പുതിയ പുതിയ ഗോളുകൾ അച്ചീവ് ചെയ്യാനും സഹായിച്ചുകൊണ്ട് നമുക്കൊരു റെസീലിയൻസ് ഉണ്ടാക്കുന്നു. പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി കാര്യങ്ങൾ കണ്ടെത്തി നമ്മളെ മുന്നോട്ട് നയിക്കുവാനും ഒക്കെ സ്ട്രെസ് സഹായിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. സ്ട്രെസ്സിനെ കുറിച്ച് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നുള്ളൊരു കാര്യം നന്നായിട്ട് മാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നീ മാമിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു മാം. മേരി മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്ട്രെസ്സിലും ഇത്രത്തോളം ഒരു പോസിറ്റീവ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്. ഇനിയും വരണം മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. അപ്പം ഇനി ആരും ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഷീജ മാം ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? താങ്ക് യു മാം. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഇതിലൊരു നല്ല വശം കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. സ്ട്രെസ് കൊണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ചൊക്കെ നല്ല BP കൂടുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ഇതിന്റെ വേറൊരു വശം കൂടി ഉണ്ടെന്ന് കേട്ടതിൽ കുറച്ചൊരു ആശ്വാസം. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിൽ താങ്ക് യു മാം. താങ്ക് യു ഷീജ മാം. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുത്തു തന്ന മേരി മാമിനും ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. See you tomorrow everyone. Thank you all. താങ്ക് യു മേരി മാം. താങ്ക് യു ഓൾ. Thank you very much. Thank you all. Thank you very much.